പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മളൊരു സാമ്പത്തിക വർഷം തുടങ്ങുകയാണ്. തീർച്ചയായിട്ടും ഇവിടുന്ന് ഞാനിപ്പം തന്നെ നമ്മൾ പ്രിയപ്പെട്ട ഒരു സിസ്റ്റർ ഒരു പണം കിട്ടാൻ വേണ്ടിയിട്ട് ചോദിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു പണം കിട്ടാത്തതിൻ്റെ വിഷമം നീളിച്ച് നിൽക്കുന്ന ഒരു സിസ്റ്ററെയാണ് മുമ്പ് കണ്ടുകൊണ്ടിരിക്കുന്നത്. വീട്ടിലെ പ്രാരാബ്ധങ്ങൾ തീർക്കാൻ വേണ്ടി, വീട്ടിലെ പ്രശ്നങ്ങൾ തീർക്കാൻ വേണ്ടി കൊടുത്ത പണം കിട്ടാൻ വേണ്ടിയിട്ട് യാചിക്കേണ്ട അവസ്ഥ, കിട്ടാനുള്ള പണം തിരികെ തരാൻ വേണ്ടിയിട്ട് കെഞ്ചേണ്ട അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കണം. ഒരു മനുഷ്യന് നമ്മൾ ഒരാപൽഘട്ടത്തിൽ പണം കൊടുത്തിട്ട് ആ പണം തിരികെ കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെ പിച്ചക്കാരെ പോലെ യാചിച്ച് നടക്കേണ്ട ഒരു സാഹചര്യം. തീർച്ചയായിട്ടും ഈ സാമ്പത്തിക വർഷത്തിൽ എനിക്കൊറ്റ ചോദ്യമേ ഉള്ളൂ, ഈ കാണുന്ന ആൾക്കാരിൽ ആർക്കെങ്കിലും പണം കിട്ടാൻ ആരെങ്കിലും അടുത്തുനിന്ന് പണം കിട്ടാൻ ഇല്ലാത്തവരായി ആരെങ്കിലും ഉണ്ടോ? അതായത് മുഖം കാണിക്കുന്നില്ലെങ്കിൽ ഉണ്ടോ? ഇല്ല. അങ്ങോട്ട് പണം ഇല്ലാത്തവരെ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. അത്രയേറെ സാമ്പത്തിക പ്രശ്നങ്ങൾ ഇന്ന് നമ്മുടെ നാടുകളിലുണ്ട്. ഒരുപക്ഷെ ഏറ്റവും നല്ലൊരു മിച്ചം ബഡ്ജറ്റ് നടത്താൻ പറ്റുന്ന ഒരു രാഷ്ട്രമാണ് നമ്മുടെ ഭാരതം എന്ന് പറഞ്ഞത്. ഗൾഫ് രാജ്യങ്ങളിലൊക്കെ നമ്മൾ ചിലപ്പോൾ കേട്ടാറുണ്ട് മിച്ചം ബജറ്റാണ്. അതുപോലെയുള്ള ഒരു സാഹചര്യം ഉണ്ടാവാനുള്ള എല്ലാ സോഴ്സുകളുമുള്ള ഒരു നാടാണ് നമ്മുടെ ഭാരതം, നമ്മുടെ കേരളം. നമുക്കെല്ലാ സോഴ്സുകളും ഉണ്ട്. എന്തല്ലാത്തത്? നല്ല പ്രകൃതിയുണ്ട്, നല്ല സാഗരങ്ങളുണ്ട്, എല്ലാമുണ്ട്. പക്ഷേ നമ്മളെ പണം എങ്ങോട്ട് പോകുന്നു? തിരഞ്ഞെടുപ്പുകൾ നടത്താനും മറ്റുമായി നമ്മുടെ നാടിൻ്റെ പണം ദുരുപയോഗപ്പെടുത്തുമ്പോൾ ഒന്ന് നോക്ക്. പുറത്തെറിഞ്ഞ എത്ര ഫ്ലെക്സുകളാണ്. ഒരു ഫ്ലെക്സ് ഉണ്ടാക്കുന്ന പൈസ കൊണ്ട് ഒരു ദരിദ്രൻ്റെ കഷ്ടപ്പാട് നീട്ടാൻ ഓരോ രാഷ്ട്രീയ പാർട്ടികളും വിചാരിച്ചാൽ നടക്കും. അതുപോലത്തെ സാഹചര്യങ്ങളാണ്. ഈ കൊടുക്കൽ വാങ്ങൽ പ്രക്രിയ ഉള്ള നമ്മളെ നാട്ടിൽ നമുക്ക് എന്ത് ചെയ്യണം? വായ്പ കൊടുക്കാനും കിട്ടാനും ആൾക്കാരുള്ള സാഹചര്യത്തിൽ നമ്മൾ സാമൂഹിക വ്യവസ്ഥകൾ മാറേണ്ടതുണ്ട്. ഒരുപാട് വ്യവസ്ഥകൾ നമുക്ക് മാറേണ്ടതുണ്ട്. ഓരോ മനുഷ്യരിലേക്കും അനാവശ്യ ചെലവുകൾ അടിച്ചെടുക്കുന്ന സാമൂഹിക മുഹൂർത്തങ്ങൾ നമ്മുടെ കുടുംബങ്ങളുടെ നെടുന്തൂൺ തച്ചുടക്കുന്നുണ്ട് എന്നുള്ളത് വളരെ സത്യമാണ്. ഒരു വിവാഹം നടത്തണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ആർഭാടപരമായിട്ടൊരു വിവാഹം നടത്താതെ ഒരു രക്ഷിതാവിന് മുന്നോട്ട് പോകാൻ പറ്റില്ല. ആ വിവാഹം നടത്തുന്നത് ചിലപ്പം വീട് പണയം വെച്ചിട്ടായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ഉള്ള സ്ഥലം പണയം വെച്ചിട്ടായിരിക്കും. അവസാനം ആ വിവാഹത്തിൻ്റെ എല്ലാം ഭംഗിയായി നടക്കും. എല്ലാവരും പുഞ്ചിരിച്ച് വിവാഹം ആഘോഷിച്ച് നടന്നു നീങ്ങുമ്പം അവസാനം എന്തായിരിക്കും? ആ രക്ഷിതാവിൻ്റെ കയ്യിലുള്ളതെല്ലാം നഷ്ടപ്പെട്ട അവസ്ഥയായിരിക്കും. ഇതുപോലുള്ള സാഹചര്യങ്ങൾ ഇല്ലാതാവാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നമ്മുടെ ഗവൺമെൻറ് വ്യവസ്ഥകളിൽ നിന്നുണ്ടാവണം. ഇത്രയും ഫലഭൂയിഷ്ഠമായ ഒരു നാട്ടിൽ ജീവിച്ചിട്ട് ഇന്നും നമ്മുടെ നാട്ടിലെ ജനങ്ങൾ കഷ്ടപ്പാട് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ സാമൂഹിക വ്യവസ്ഥകൾ ഓരോ വ്യക്തികൾക്കും സാമ്പത്തിക ഭദ്രത കൊണ്ടുപോകുന്ന രീതിയിലേക്ക് മാറേണ്ടതുണ്ടെന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മൾ വളർച്ചയുണ്ട് തളർച്ചയുണ്ട് എന്നൊക്കെ പറയുമ്പം നമ്മൾ പറയുന്നത് ഏതെങ്കിലും മതത്തിൻ്റെയോ മറ്റോ അംഗത്തിലെ വളർച്ചയോ തളർച്ചയോ ഒക്കെ പറഞ്ഞ് ഇവിടെ കുട്ടിക്കളി കളിച്ചിരിക്കാതെ ഓരോ മനുഷ്യൻ്റെയും സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്തുന്ന രീതിയിലുള്ള നടപടികൾ ഓരോ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ നിന്നും, ഓരോ രാഷ്ട്ര നേതൃത്വങ്ങളിൽ നിന്നും, ഓരോ ഭരണാധികാരികളിൽ നിന്നും ഉണ്ടാവേണ്ടതുണ്ട് എന്നുള്ളതാണ്. ഓരോ മനുഷ്യനും ഇവിടെ പ്രധാനപ്പെട്ടതാണ്. ഒരു ഭരണാധികാരിക്ക് ആ ഭരണാധികാരിയല്ല ഏറ്റവും വിലപ്പെട്ട ആൾ. നമ്മൾ ഭരണാധികാരികളും മറ്റൊക്കെ വരുമ്പോൾ ഇങ്ങനെ കൈയടിച്ച് ക്യൂ നിൽക്കുന്നുണ്ടല്ലോ, അതല്ല ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് വ്യക്തി. ആ ക്യൂ നിൽക്കുന്നത് നമ്മളോരോരുത്തരുമാണ്. അത് നമ്മൾ തിരിച്ചറിയണം. കാരണം നമ്മളെ വീട്ടിലെ അടുപ്പ് പുകയണമെങ്കിൽ നമ്മൾ തന്നെ അധ്വാനിക്കണം. നമ്മൾ കൈയടിക്കുന്ന ഭരണാധികാരി വിചാരിച്ചുകൊണ്ടൊന്നും അത് നടക്കില്ല. പക്ഷെ അവർ നമുക്ക് സാമൂഹിക വ്യവസ്ഥകൾ ഓരോ വ്യക്തിക്കും സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്തുന്ന രീതിയിലേക്ക് മാറ്റണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ചില ഭരണാധികാരികളൊക്കെ ഇപ്പോൾ ഇലക്ഷൻ പ്രചാരണ സമയത്ത് അവരുടെ പ്രചാരണ രീതികളൊക്കെ മാറ്റിവരച്ചു എന്നുള്ളത് വളരെ വളരെ സന്തോഷകരമായൊരു കാര്യമാണ്. ഗവൺമെൻറ് ചെയ്യുന്ന പ്രവൃത്തികൾ പ്രൊജക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വാട്സപ്പിലൂടെയും
ഇൻസ്റ്റാഗ്രാമിലൂടെയും ഒക്കെ സോഷ്യൽ മീഡിയ ഫ്രീ ആയിട്ട് കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടും കോടികൾ ചിലവഴിച്ചുകൊണ്ട് PR വർക്കുകൾ നടത്തുന്ന ഒരു കാലഘട്ടമാണ്. അത് ഏത് ഗവൺമെൻറ് എന്നൊന്നും ഞാൻ പറയുന്നില്ല, ഏത് ഗവൺമെൻറ് ഒന്നും പറയുന്നില്ല. ഏതോ ഒരു ബാലസംരക്ഷണത്തിന് വേണ്ടി എന്തോ ഒരു കാര്യം ചെയ്തപ്പം, ഹെൽത്ത് പ്രൊമോഷൻ ചെയ്ത സമയത്ത് 20% മാത്രം പ്രൊജക്റ്റിന് വേണ്ടി 80% ഈ പ്രൊജക്റ്റിനെ കുറിച്ചുള്ള പരസ്യങ്ങൾക്ക് വേണ്ടി ചിലവഴിച്ചൊരു സാഹചര്യം നമുക്ക് കാണാൻ പറ്റും. ഇവിടെ നഷ്ടപ്പെടുന്നത് ആ കുട്ടികളുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് ആ കുട്ടികളിലേക്ക് എത്തേണ്ട പണമാണ് ഇവിടെ പരസ്യത്തിൻ്റെ രൂപത്തിൽ ചിലവഴിക്കപ്പെടുന്നത്. ഇതിനൊക്കെ ചോദ്യം ചെയ്യാൻ നമുക്ക് സാധ്യമാവണം. നമ്മൾ സോഷ്യൽ മീഡിയ വന്ന് ചോദ്യം ചെയ്യണം. ഓരോ ഫ്ലെക്സും നോക്കി ഓരോ രാഷ്ട്രീയക്കാരും പറയും, എന്തിനാണ് ഞങ്ങൾക്ക് ഈ ഫ്ലെക്സ് എന്ന്. നിങ്ങളെ വീടുകളിൽ വന്ന് അവർ പ്രചാരണം നടത്തിക്കോട്ടെ, കുഴപ്പമില്ല. കാൽനടയായിട്ടും ഓട്ട മത്സരമായിട്ടും ഓരോ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാരും അവരും വന്നോട്ടെ, കുഴപ്പമില്ല. പക്ഷേ ഈ ഫ്ലെക്സുകളും മറ്റും ദുരുപയോഗമാണ്. അനാവശ്യമായിട്ടുള്ള ചിലവുകൾ, അത് നാടിൻ്റെ പണം എടുത്തിട്ട് വേണ്ട, നാട്ടുകാർക്ക് കിട്ടേണ്ട പ്രൊജക്റ്റുകൾക്ക് കൊടുക്കേണ്ട പണം കൊടുത്തിട്ട് വേണ്ട. അത് ദാരിദ്ര്യം മാറ്റാനും മനുഷ്യൻ്റെ ഫൈനാൻഷ്യൽ സെക്യൂരിറ്റി ഉറപ്പുവരുത്താനും വേണ്ടി മാത്രമേ ചിലവഴിക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് സിസ്റ്റർമാർ എൻ്റെ മുമ്പിലുണ്ട്. അവരിതിന് കേട്ട് കൈയടിക്കുകയാണ്. അത് ആരുടെ കൈയടിയാണ്? കൈയടിച്ചോളൂ. ആരുടെ കൈയടിയാണ്? അതൊരു നാടിൻ്റെ ഒരു മനുഷ്യൻ്റെ ആവശ്യത്തിന് വേണ്ടിയുള്ള കൈയടിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് പറയാനുള്ളത്, സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്താൻ ഓരോ കുടുംബങ്ങളും പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു കുടുംബനാഥൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഒരു കുടുംബത്തിൻ്റെ ഇന്നലത്തെ ചിലവ് നോക്കിയവർ അവരായിരിക്കും. ഇന്ന് ചിലവ് നോക്കേണ്ടവരും അവരാണ്, നാളെ ചിലവ് നോക്കേണ്ടവരും അവരാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ, ഇന്ന് കുടുംബത്തിനൊരാവശ്യം വരുമ്പം, ഇന്നിപ്പോൾ ഒരു കല്യാണം വന്നു, ആ കുടുംബത്തിലുള്ളതെല്ലാം അയാൾ അതിനുവേണ്ടി അങ്ങ് ചിലവഴിച്ച് കഴിയുമ്പം നാളെയും ആ കുടുംബം നോക്കേണ്ട വ്യക്തി അവരാണ്. അവരുടെ കയ്യിൽ പണം ഉണ്ടാവില്ല. നിങ്ങളുടെ പണം ഉപയോഗിക്കേണ്ടത് നിങ്ങളുടെ കയ്യിൽ എന്തുണ്ട് എന്നുള്ളത് കൊണ്ടും എത്രമാത്രം നിങ്ങൾക്ക് നേടിയെടുക്കാം എന്നുള്ളതിനും അനുസരിച്ചായിരിക്കണം. ഒരു കല്യാണ പാർട്ടി നടത്തുമ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു കൊച്ചു ബിരിയാണിയും ഒരു ഗ്ലാസ് ലൈം ജ്യൂസും കൊടുത്തിട്ട് വേണമെങ്കിൽ കല്യാണം നടത്താം. ഒരുപാട് ആൾക്കാരെ വിളിക്കുന്നതിന് പകരം കുറച്ച് സെലക്റ്റഡായ ആൾക്കാരെ വിളിച്ച് മറ്റുള്ള സമ്മതം വാങ്ങിയിട്ടും കല്യാണം നടത്താം. അങ്ങനെയൊക്കെ ചിലവുകൾ ചുരുക്കാൻ സാധ്യമാവും. എന്തായാലും എല്ലാവർക്കും എൻ്റെ ഒരു ഫൈനാൻഷ്യൽ ഇയർ ആശംസ നേരെയാണ്. വളരെ സൂക്ഷ്മമായിട്ട് നമ്മൾ ഓരോ കാലത്തും ഈ ഫൈനാൻഷ്യൽ, എനിക്ക് പറയാനുള്ള കാര്യം എന്താണ്, നമ്മുടെ പണം വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക. അതിനെ കൊള്ളയടിക്കാനും തട്ടിയെടുക്കാനും വേണ്ടി ആൾക്കാർ നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ കാവൽ നിൽക്കുന്നുണ്ടാവും. അത് ചിലപ്പോൾ പല പോളിസികളായിട്ടായിരിക്കും, മറ്റെന്തെങ്കിലുമായിട്ടായിരിക്കും. അതിൻ്റെ ഔട്ട്കം ചിന്തിക്കണം. എമോഷണലായിട്ടുള്ള പണത്തിൻ്റെ നീഡ്സിന് മുമ്പിൽ നിങ്ങൾ വഴങ്ങിപ്പോകരുത്. യുക്തമായിട്ട് ലോജിക്കായിട്ട് നമ്മൾ പണം എങ്ങനെ ഉപയോഗിക്കണം, ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെക്കുറിച്ച് അറിവുണ്ടായിരിക്കണം. പിന്നെ എപ്പോഴും ഈ ഫൈനാൻഷ്യലിൽ ഞാൻ വളരെ സംതൃപ്തനാണ്. ഒരു 6 മാസത്തേക്ക് ജീവിക്കാനുള്ള പൈസ നമ്മുടെ കയ്യിൽ എപ്പോഴും സൂക്ഷിച്ച് ശ്രദ്ധിക്കുക. ഒരു 6 മാസത്തേക്കുള്ള എമർജൻസി ഫണ്ട് എപ്പോഴും കയ്യിലുണ്ടായിരിക്കണം. ഞാൻ പറഞ്ഞല്ലോ, ഒരു കുടുംബത്തിൻ്റെ ഭരണാധികാരിക്ക് ആ ജീവിതത്തിൽ ഓരോ ബഡ്ജറ്റുകളും താഴ്ത്തിട്ടെങ്കിൽ അത് ആവശ്യമുള്ള കാര്യമാണ്. അത് ഇന്നില്ലെങ്കിൽ അത് നേടിയെടുക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ഉണ്ടാവുക. ഓക്കെ, എല്ലാവർക്കും ഒരു ഫൈനാൻഷ്യൽ പുതുവത്സരാശംസകൾ. ബൈ.